അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നതല്ല, നേരത്തെ പറയുന്നതാണ്. മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ എല്ലാ ജാതി മതങ്ങൾക്കും ഇവിടെ ജീവിക്കാമെന്നും എല്ലാവരുടെ ആശയങ്ങളും ഇവിടെ വെച്ച് പുലർത്താമെന്നുമാണ് ഉള്ളത്. അതിനെതിരായി ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകൾക്ക് മാത്രം അവരുടെ മതത്തിൻ്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ സാധിക്കണം, അതിന് ഒരു പ്രത്യേക കക്ഷിയുണ്ടാവണം എന്ന് പറയുന്നതാണ് മതരാഷ്ട്രവാദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പാടില്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പറയുന്നതോ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി പറയുന്നതോ അല്ല. അത് മതരാഷ്ട്രവാദം എന്ന ലക്ഷ്യം വെക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം കേന്ദ്രത്തെ പറ്റി പറയുന്നത് അങ്ങനെ തന്നെയാണ്. അത് ഏതാണെന്നും കൂടി ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് ഒരു വിഷമാക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭരണഘടന മൊത്തത്തിലാണല്ലോ. ഒരു വിഭാഗവും മുസ്ലിങ്ങൾ, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നുള്ളൊരു പാർട്ടിനല്ല ഉദ്ദേശിച്ചത്, അതുപോലെ മറ്റത് നോൺ മുസ്ലിംസിൽ നിന്നുള്ളൊരു പാർട്ടിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ മുസ്ലിം നോൺ മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ നിന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ഞങ്ങളുടെ നേരത്തെ ഉള്ള തീരുമാനം. ആ തീരുമാനം തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ മതം പ്രചരിപ്പിക്കാൻ സൗകര്യം കിട്ടുന്ന കാലത്തോളം നമ്മൾ പ്രചരിപ്പിക്കും. അതിനെതിരായി വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിയമം കയ്യിലെടുക്കാതെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ കാണാമല്ലോ, പല വിഷയത്തിലും സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അതൊക്കെ നിയമത്തിൻ്റെ ഉള്ളിലൂടെയാണ് ആ ചോദ്യം ചെയ്തതൊക്കെ. അല്ലാതെ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥ ഏത് രാജ്യത്ത് വന്നാലും അന്ന് അവിടെ നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വാർത്താ സമ്മേളനം മലപ്പുറത്ത് നടത്തി. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണയാത്തവരായി കേരളത്തിൽ ആരുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണയാത്തവരായി കേരളത്തിൽ ആരുമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആദ്യം പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷികളായിരിക്കും പൊതുവായിട്ടാണ് പറഞ്ഞത്. അതെ, രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരോട് വോട്ട് ചോദിക്കാൻ പോയിരുന്നു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കേതായാലും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം ആവശ്യമില്ല ഒരിക്കലും. സുന്നികളെ സംബന്ധിച്ചുള്ള അവരെ കയ്പ് വിരിച്ചവരാണ്. കുട്ടിയാടി പോലുള്ള പ്രദേശങ്ങളിൽ 10-40 വർഷം പള്ളികൾ കൂട്ടിയിട്ട് പള്ളിയിൽ കച്ചറുണ്ടാക്കി, അങ്ങനെ ആയഞ്ചേരിയൊക്കെ പള്ളി കൂട്ടിയിട്ട് അങ്ങനെയുള്ള ഭിന്നിപ്പുകളും കുറ്റിയാടി പോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മക്കളകളൊക്കെ അടിച്ച് തകർത്ത് പള്ളി പിടിച്ചെടുത്ത് അങ്ങനെ കയ്പ് മാത്രമാണ് ഞങ്ങൾ വിരിച്ചത് സുന്നി സമൂഹം. വേറെ ആർക്കും മധുരം കിട്ടിയെന്നോ നമുക്കറിയില്ല. അല്ല, ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സാമുദായിക ഐക്യം എന്ന അജണ്ടയുമായി മുസ്ലിം വിരുദ്ധ നിലപാടുമായി വന്നാൽ അവരെ അംഗീകരിക്കില്ല. എന്താണ് സമസ്ത കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് പോകാൻ കഴിയുക? ഞാൻ പറഞ്ഞ സമസ്ത പ്രധാനമായും മുസ്ലിം കാണിത്തത്തിൽ സാമുദായിക ഐക്യത്തിന് വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നത്. ആ ഒരു നിലയിലാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഭരണഘടനയും നിയമങ്ങളും ഉണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ട് അത് ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യും. ഉപദേശം കൊണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കേണ്ടതാണെങ്കിൽ പിന്തിരിപ്പിക്കും. അത്രമാത്രം. ജമാഅത്തെ ഇസ്ലാമി വന്നു, ഞങ്ങളെല്ലാവരും ആ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പാടില്ലാതെ
ജനങ്ങളോട് ഉപദേശിച്ചു, ഞങ്ങളെ മുൻഗാമികളും ഉപദേശിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും വിരലുകൊണ്ട് എണ്ണാവുന്ന ഏതാനും ചില്ലറ വ്യക്തികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ രാജ്യത്തെ ജനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് മെമ്പർമാർ വളരെ കുറവാണ്. അത് കാരണം ഇവിടുത്തെ ഉലമാക്കൾ അവരുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് കൊടുത്തത് കൊണ്ടാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അംഗങ്ങൾ കുറവായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നത് ശരിയാണോ? അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വോട്ട് കിട്ടുകയാണെങ്കിലും അതിന് പിന്നാലെ രാഷ്ട്രീയക്കാർ പോകും. അങ്ങനെ ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടതല്ല.